കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെതിരെ ഇടതു സ്ഥാനാർത്ഥിയായി എം.എൽ.എ. എം മുകേഷിനെ നിർദ്ദേശിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് 10 പേരുൾപ്പെട്ട പരിഗണന പട്ടികയിൽ നിന്നുമാണ് ഒടുവിൽ മുകേഷിലേക്ക് എത്തിയതെന്നാണ് വിവരം. അടുത്തയാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പാർലമെന്ററി പാർട്ടി യോഗത്തിലും മുകേഷിന്റെ പേര് നിർദ്ദേശിച്ച് അംഗീകാരം നേടിയ ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. കൊല്ലത്തെ സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രനെതിരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിക്കായുള്ള ആലോചനകൾ ഇടതുപാളയത്തിൽ വളരെ നാൾ മുമ്പ് തന്നെ ചൂടുപിടിച്ചിരുന്നു. അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒടുവിൽ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നതായാണ് വിവരം. ശനിയാഴ്ച CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് എം മുകേഷിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ധനമന്ത്രി KN ബാലഗോപാലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് കൊല്ലം MLA കൂടിയായ മുകേഷിന്റെ പേരുയർന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A വരദരാജനാണ് ആ പേര് നിർദ്ദേശിച്ചത്. എതിർപ്പുകളില്ലാതെ തന്നെ സെക്രട്ടേറിയറ്റ് മുകേഷിന്റെ പേര് അംഗീകരിക്കുകയായിരുന്നു എന്നാണ് വിവരം. ജില്ലാ നേതൃത്വം തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ച 10 പേരുകളിൽ ആദ്യ നിരയിൽ തന്നെ മുകേഷ് സ്ഥാനം പിടിച്ചിരുന്നു. ലിസ്റ്റിൽ ഉൾപ്പെട്ട പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജുമടക്കം യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 തവണയായി കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറുന്ന മുകേഷിന് രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം സിനിമാ നടനെന്നുള്ള സ്വീകാര്യത വോട്ടായി മാറുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കന്നി മത്സരത്തിൽ കോൺഗ്രസിലെ സൂരജ് രവിക്കെതിരെ 17,611 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ മുകേഷിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ 2,072 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ലഭിച്ചത്. പ്രേമചന്ദ്രനാകട്ടെ 2014 MA ബേബിക്കെതിരെ നേടിയ ഭൂരിപക്ഷം മറികടന്ന 1,40,000-ലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ വിജയം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള പ്രേമചന്ദ്രനെ ഇടതുപക്ഷത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള കൊല്ലം മണ്ഡലത്തിൽ മുകേഷിന് മലർത്തിയടിക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇടതുവിട്ട് വലതു ചേർന്ന പ്രേമചന്ദ്രൻ UDF ക്യാമ്പിന് ഹാർട്ടിക് വിജയം സമ്മാനിക്കുമോ അതോ MLA സീറ്റിൽ നിന്നും മുകേഷിന് MP സീറ്റ് പ്രൊമോഷനാകുമോ എന്നും കാത്തിരുന്നു കാണാം. കൊല്ലത്തെ സിറ്റിംഗ് MP N K പ്രേമചന്ദ്രനെതിരെ ഇടതു സ്ഥാനാർത്ഥിയായി കൊല്ലം സിറ്റിംഗ് MLA M മുകേഷ് തന്നെയാണ് മത്സരിക്കാൻ കളത്തിലിറങ്ങുന്നതെങ്കിൽ കൊല്ലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കളറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൊല്ലത്തു നിന്നും പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.